ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. കേരളം ഇന്ന് മോഷ്ടാക്കളുടെ ഇഷ്ടകേന്ദ്രമായി മാറിക്കഴിഞ്ഞു. കേരളത്തിൽ പോലീസ് പിടികൂടുന്ന മോഷ്ടാക്കളിലേറെയും അന്യസംസ്ഥാനക്കാരാണെന്നുള്ളതാണ് ഈ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത്. കേരളത്തിലെത്തുന്ന അന്യസംസ്ഥാനക്കാരിൽ പലരും ഇന്ന് മോഷണം ഒരു തൊഴിലായി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ മോഷണം ഒരു തൊഴിലായി സ്വീകരിച്ച് കോടികൾ സമ്പാദിച്ച ഒരു കള്ളന് പിന്നാലെയാണ് ഞങ്ങൾ ഇക്കുറി ക്യാമറ ചലിപ്പിക്കുന്നത്. ഈ കള്ളനൊരു പ്രത്യേകതയുണ്ട്. സാധാരണപ്പെട്ട ഒരു കള്ളനെ പോലെ അല്ല ഇയാൾ. ലോറികൾ മാത്രമാണ് ഈ കള്ളൻ മോഷ്ടിക്കുന്നത്. പോലീസിൻ്റെ കൺമുന്നിലൂടെ ലോറികൾ മോഷ്ടിച്ച് കടത്തുന്ന രീതി ആരെയും അത്ഭുതപ്പെടുത്തും. ഈ സമ്പാദ്യം കൊണ്ട് തമിഴ്നാട്ടിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് ഈ കള്ളൻ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. കേരളത്തിലെ മോഷ്ടാവ് തമിഴ്നാട്ടിലെ വൻ മുതലാളിയായതിന് പിന്നിലെ യാഥാർത്ഥ്യം തേടി ഞങ്ങൾ യാത്രയാവുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി. നഗരഹൃദയത്തിലൂടെ ഒരു ലോറി അതിവേഗം പായുന്നു. വാഹനം ഓടിക്കുന്നത് തമിഴനാണെന്ന് തോന്നുന്നു. മലയാളിയുടേതായ ലക്ഷണങ്ങളൊന്നും തന്നെ അയാൾക്കില്ല. പെട്ടെന്നു തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു വ്യഗ്രത അയാളുടെ മുഖത്തുണ്ട്. ഡ്രൈവിംഗിൽ മാത്രമാണ് അയാളുടെ ശ്രദ്ധ. തൊട്ടുമുന്നിലുള്ള വാഹനങ്ങളെയെല്ലാം അയാൾ വളരെ വേഗം ഓവർടേക്ക് ചെയ്യുന്നു. കാഴ്ചക്കാർക്ക് മറിച്ചൊന്നും തോന്നിയതുമില്ല. നൂറുകണക്കിന് വാഹനങ്ങൾ ഒഴുകുന്ന ഈ നിരത്തിൽ ഈ വാഹനത്തെ മാത്രം എന്തോ ശ്രദ്ധിക്കാനാ. അതുകൊണ്ട് തന്നെ ആരും ആ വാഹനത്തെ ശ്രദ്ധിച്ചതേയില്ല. പക്ഷേ എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ ആ വാഹനത്തിന് തൊട്ട് പിറകെ ഉണ്ടെന്ന് ആരും കണ്ടില്ല. കാണാനൊട്ട് അയാൾ അവസരം കൊടുത്തതുമില്ല. അത്ര കൃത്യതയോടെയാണ് അയാൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. മുംബൈ പോകുന്ന ലോറിക്ക് തൊട്ട് പിന്നിൽ തന്നെ അയാളുടെ കാർ സ്ഥാനം പിടിച്ചിരുന്നു. ഇടയ്ക്ക് മറ്റൊരു വാഹനവും കടക്കാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. വാഹനങ്ങൾ കിലോമീറ്ററുകൾ തന്നെ പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ. വാഹനം കേരള അതിർത്തി പിന്നിട്ടിരിക്കുന്നു. തമിഴ്നാട്ടിലെ ഏതൊക്കെയോ ഊടുവഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചാരം. ഇനി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രമാണ് യാത്ര. ലോറി ഡ്രൈവർ മിഖായേലും തൊട്ട് പിന്നിൽ പോകുന്ന കാറിലെ ഡ്രൈവർ മണികണ്ഠനും കണക്കുകൂട്ടി. രണ്ടുപേർക്കും ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഒരു മരണ പോരാട്ടം. പിടിക്കപ്പെട്ടാൽ ജീവിതം പോയതു തന്നെ. കാരണം ചെയ്തു കൂട്ടിയിരിക്കുന്നത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ലല്ലോ. നല്ല അത്യുഗ്രൻ കൊള്ള. അതും പോലീസിന്റെ കൺമുമ്പിലൂടെ മോഷണ മുതലും ചുമന്നുകൊണ്ടുള്ള യാത്ര. പക്ഷെ മണികണ്ഠന് പുത്തരിയുള്ള കാര്യമേ അല്ല ഇത്. ഒരു കൊച്ചു കോഴിയെ അറക്കുന്ന ലാഘവത്തോടെ അയാൾ ഈ കൃത്യം ചെയ്യും. ഈ കാണുന്ന മിടുക്കന്മാരായ ലോറികളെയെല്ലാം മണികണ്ഠൻ കേരളത്തിൽ നിന്നും പൊക്കിയതാണ്. എത്ര എണ്ണം ഉണ്ടെന്നുള്ളതിന് കൃത്യമായ കണക്കൊന്നുമില്ല. ഈ വാരി വലിച്ചിട്ടിരിക്കുന്ന ലോറികളെല്ലാം മണികണ്ഠൻ മുതലാളിയുടേതാണ്. മണികണ്ഠൻ എന്ന കൊള്ളക്കാരൻ കൊള്ളയടിച്ച ലോറികളുടെ ഒരു നീണ്ട നിര. തമിഴ്നാട് പോലീസായിട്ട് നമ്മൾ സഹായിച്ച്, പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസായിട്ട് സഹായിച്ചപ്പോഴാണ് തമിഴ്നാട് പോലീസിക്ക് ഈ മെയിൻ പ്രതി എന്ന് പറയുന്ന ഈ ബോംബെ മണികണ്ഠൻ എന്ന് പറയുന്ന പ്രതി കിട്ടുന്നത്. സോ അതിനുശേഷം നമ്മൾ ആ കുറിച്ച് അന്വേഷിച്ച് പോയപ്പോൾ അവിടെ കണ്ടെടുത്തിയതെന്നോ നമ്മുടെ ഈ ലോറികളാണ്. സോ അവൻ കുറിച്ച് പിന്നെ അവന് പറഞ്ഞ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോയപ്പോൾ അവൻ്റെ ഒരു സഹായിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവൻ ഒഡീഷയിൽ ചേർന്ന ഒരാളാണ്. സോ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ കുറച്ച് ഈ ഗൂണ്ട ആക്രമണങ്ങളും പിന്നെ കർണാടകയും തമിഴ്നാടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് മോഷണങ്ങൾ ചെയ്ത ഒരാളാണ്. പക്ഷേ തക്കലയിലുള്ളതാണ് അവൻ്റെ സ്ഥലം. തമിഴ്നാടാണ് അവൻ്റെ സ്ഥലം. പക്ഷേ കർണാടക ഇങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്. ഈ മോഷ്ടിക്കാൻ വന്നിട്ടുണ്ട്.
സോ അങ്ങനെയുള്ള ചെയ്തത് കർണാടക ഇങ്ങനെ എല്ലാ സ്ഥലത്തിലും, പിന്നെ അവിടെ ബെൽഗാം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജയിലിലും ഉണ്ടായിരുന്നു. ആ സമയമാണ് ഈ ഒഡീഷക്കാരനായിട്ട് ഇവനക്ക് ബന്ധം ഏർപ്പെടുന്നത്. സോ പുറത്തിറങ്ങിയ ശേഷം ഇവർ രണ്ടുപേരുമായിട്ട് ഒരു കൂട്ടം ചേർന്നാണ് ഈ മോഷണങ്ങൾ നടത്തിയത്. മണികണ്ഠന്റെ ഗ്രഹപ്പിഴ സമയത്താണ് മിഖായലിനെ പോലീസ് പിടികൂടിയത്. കായംകുളത്ത് നിന്നും ഒരു ലോറിയും പൊക്കി തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ കള്ളനെ പോലീസ് പിടികൂടുന്നത്. കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോഴാണ് വണ്ടി മണികണ്ഠൻ മുതലാളിയുടേതാണെന്ന് പറഞ്ഞത്. മണികണ്ഠന് വേണ്ടി മോഷ്ടിച്ച് കടത്തുന്ന എത്രാമത്തെയോ ലോറി. ഒറീസക്കാരനായ ഈ കള്ളൻ ഏത് ലോറിയുടെയും പൂട്ട് അനായാസം പൊളിച്ച് വാഹനം ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. മണികണ്ഠൻ എന്ന കൊള്ളക്കാരന്റെ വിശ്വസ്തനായ തൊഴിലാളി. മണികണ്ഠൻ നേരത്തെ വന്നത് കണ്ടുവച്ചതിന് ശേഷം ഇത് ഓടിക്കുന്നതിന് വേണ്ടി വേറൊരാൾ, അതാണ് ഈ രണ്ടാം പ്രതിയായ മൈക്കിൾ എന്ന് വിളിക്കുന്ന, യഥാർത്ഥ പേര് മനോജ് എന്നാണ്. മനോജ് ഇപ്പോൾ കൊണ്ടുവന്നത് മനോജ് ടിർക്കി. അത് ഓടിക്കാൻ വേണ്ടി മാത്രമാണ്. അവന് ഈ മനോജിന് വേറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. മണികണ്ഠൻ വന്ന് വണ്ടി കാണിച്ചു കൊടുക്കും. ആ വണ്ടി കള്ളത്താക്കോലിട്ട് എങ്ങനെയും തുറന്ന് സ്റ്റാർട്ടാക്കി അതൊക്കെ ഈ മൈക്കിളാണ് ചെയ്യുന്നത്. അതിന് എക്സ്പെർട്ടാണ് ഈ മൈക്കിളാണ്. ഈ വണ്ടി തമിഴ്നാട് എത്തിച്ചു കൊടുക്കുന്നുള്ള ഭാഗമാണ് മൈക്കിളിനുള്ളത്. മിഖായലിന് സ്ഥലമൊന്നും അത്ര പരിചിതമല്ല. രാത്രിയോടെ മണികണ്ഠനോടൊപ്പം പറ്റിയ ലോറി തപ്പിയിറങ്ങും. റോഡരികിൽ എവിടെയെങ്കിലും അനാഥമായി കിടക്കുന്ന ലോറി കണ്ടാൽ പിന്നെ ഉറപ്പിച്ചു അത് നേരം വെളുക്കുന്നതിന് മുമ്പ് കേരള അതിർത്തി വിട്ടിരിക്കും. അതാണ് മണികണ്ഠൻ സ്റ്റൈൽ. ഹൗസ് തെഫ്റ്റ് അങ്ങനെയുമില്ല, ഇവരുടെ ഇത് ലോറി തെഫ്റ്റ് മാത്രമാണ്. പക്ഷേ ആ ലോറി തെഫ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി ചെറിയ വണ്ടികൾ മോഷ്ടിക്കാറുണ്ട്. അവിടെ അവർ വേറൊരു സ്ഥലം എത്താനോ പിന്നെ അല്ലെങ്കിൽ വേറെ ലോറി മോഷ്ടിക്കാൻ പോകുന്നത് യൂസ് ആവുന്ന വണ്ടികൾ ഇവർ മോഷ്ടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ സിറ്റിയിൽ നിന്ന് മോഷണം പോയ ഒരു മാരുതി കാർ കിട്ടിയിട്ടുണ്ട്. ശനിയാഴ്ചകളിൽ സാധാരണ ശശാങ്കൻ റോഡരികിലാണ് ലോറി പാർക്ക് ചെയ്യുന്നത്. തിങ്കളാഴ്ച രാവിലെ വന്ന് ലോറിയുമായി ഓട്ടത്തിന് പോവുകയും ചെയ്യും. ഇതാണ് പതിവ്. പക്ഷെ ഇത്തവണ തിങ്കളാഴ്ച വന്നപ്പോ ലോറി കാണാനില്ല. പകരം ലോറി കിടന്ന പാടുകൾ മാത്രം. ലോറി മണികണ്ഠൻ മുതലാളി കൊണ്ടുപോയി, ഒരു തുമ്പ് പോലും അവശേഷിപ്പിക്കാതെ. തിങ്കളാഴ്ചയിൽ വണ്ടി എടുക്കാൻ വരുമ്പോഴായിരിക്കും അവരിത് ഒരു ദിവസം ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല. ഈ ലോങ്ങൊക്കെ വിടുന്ന വണ്ടികളാകുമ്പോൾ ഡ്രൈവർമാർ ഒതുക്കിയിട്ട് അവർ ദൂരസ്ഥലം അവരങ്ങ് വീട്ടിൽ പോകും. പിന്നെ ഞായറാഴ്ച ഒരു അവധി ആയതുകൊണ്ട് പിന്നെ ആ വണ്ടി ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയാണ് ഈ കൂടുതൽ അങ്ങനെ വരാനുള്ള കാര്യം അതായിരിക്കണം. ലോറി മുതലാളിമാർ ആകെ വിഷമത്തിലായി. ഒന്നും രണ്ടും ലോറിയല്ല ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. എണ്ണം ഇപ്പോൾ 50 കവിഞ്ഞു. ഇത്രയും വലിയ വണ്ടി ആരാണ് കൊണ്ടുപോകുന്നതെന്നോ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നോ ഒരു പിടിയുമില്ല. ലോറികൾ ക്ഷണനേരത്തിനുള്ളിൽ അപ്രത്യക്ഷമാകുന്നു. അതുമാത്രമറിയാം. ലോറിക്കാർ തലപുകഞ്ഞ് ആലോചിച്ചു. അപ്പോഴാണ് ആ രൂപം അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. മണികണ്ഠൻ എന്ന കൊള്ളക്കാരൻ, ലോറികൾ മാത്രം മോഷ്ടിക്കുന്നതിൽ ഹരം കണ്ടെത്തിയ മോഷണ വീരൻ. വീണ്ടും അവർ പല വാഹനം എടുക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ പളനിയും മറ്റുമൊക്കെ ഇവിടെ പ്ലാൻ ചെയ്ത് വന്ന സമയങ്ങളിലാണ് ഈ ലോറിയുമായിട്ട് പളനിയെ ആറ്റിങ്ങൽ ഭാഗത്ത് വെച്ച് പിടിക്കപ്പെടുന്നത്. ഈ ലോറി, അതിൽ ഒരു ലോറി ഇവിടുന്ന് മോഷണം പോയ ലോറിയാണ്, ഒന്ന് പേട്ടയിൽ നിന്ന് മോഷണം പോയ ലോറിയാണ്. ആ 2 ലോറിയും കണ്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ലോറി ഇവിടെയുണ്ട്. അപ്പോൾ ഈ 4 പേർക്കും ഇതിനകത്ത് തുല്യ പങ്കാണ്. പ്രധാനി മണികണ്ഠനെ ആണെങ്കിൽ പോലും ഈ മറിച്ച് വെക്കുന്നതിലും കൊണ്ടുപോകുന്നതിലും ഇവർക്കും
പങ്കുണ്ട്. തമിഴ്നാട്ടിലെ തക്കല എന്ന ഗ്രാമപ്രദേശം, കർഷകർ മാത്രം ഇടതിങ്ങി പാർക്കുന്ന ചെട്ടിയാർ കോളനി. ഈ കോളനിയിലെ ഒരേ ഒരു പണക്കാരനാണ് മണികണ്ഠൻ ചെട്ടിയാർ. മണികണ്ഠൻ എന്ന പേര് കേട്ടാൽ ഗ്രാമീണർക്ക് 100 നാവാണ് പറയാൻ. അത്രയ്ക്ക് ആരാധനയാണ് മണികണ്ഠനോട് നാട്ടുകാർക്ക്. ஆள் இஞ்சம் மரியாதை தான். வெளியில் திருட்டுன்னு சொன்னாங்க. வண்டியை கொண்டு போயிருவணுமா, கார் பேர் தான். அப்படி இல்லை. இப்போ இடையில பிடிச்சி உள்ளுக்குள்ள போட்டுருந்தாவும். പിന്നെ വിട്ടുന്ന എല്ലാം വിട്ടപ്പുറം ഞാൻ பார்க்கலஞ்சா. இந்த ஊரில் ஆளுக்காட்டோட பழக்கம் ஒன்றும் இல்லையா அவங்கள? ஆருக்கு அப்போ ஆளுக்கா பழக்கம் ஒன்றும் இல்லையா? அப்போ அழிஞ்ச கூட பழக்கம் இஞ்ச இல்லையே. பாரதம் போகிறதும் தானே. പിന്നെ പെഞ്ചാതി വെറുതെ ഉണ്ട്. 1-2 കെട്ടണ നമുക്ക് தெரியாது. വെറുതെഞ്ചായിരിക്കാം, അല്ലാതെ വേറെ ഒന്നും தெரியாது. இங்கே திருட்டு நடத்தல? ഇല്ല ഇല്ല ഇല്ല, ഇഞ്ച ആർക്കും ഒരു കുഴപ്പമില്ല. திருட்டு சாமான் இந்த வண்டி அதை இங்கே கொண்டு போட்டு அதை பார்த்துருக்கீங்களா? ഇതുവരെ വണ്ടി വരയില്ല ഇഞ്ച, வரல. വരയില്ല. இதுக்கு முன்னால் வேறு திருட்டனை செஞ்சு பிடிச்சிருக்காங்களே இந்த ஊரில்? இந்த ஊரில் பிடிக்கலையா? பிடிக்கல, எல்லாம் வெளியில் தான். வெளியில் தான். இங்கே இருக்க மாட்டாங்க வீட்டில்? வீட்டில் ஆள் பாரதம் போகிறதுமா தான் இருக்கும். இங்கே பொண்டாட்டி பிள்ளைங்கள எப்படி? ஒரு அது நம்மளே கிடையாது. அவங்களுக்கு தெரியாதா இந்த ஊரை பற்றி? அது தெரியல. மக்கள் ஒரு சின்ன ஒரு குட்டி தான் உண்டு. 2 மலை கட்டியிருக்காங்க, கேரளத்தில் ஒன்று இருக்கான். அப்படி இப்படின்னு சொல்ல, அல்லாத நமக்கு தெரியாது இல்லையா? കൊട്ടാര സദൃശ്യമായ വീട്, ചുറ്റും പൂങ്കാവനങ്ങൾ, വീട്ടുകാവലിന് രാജപാളയം നായ്ക്കൽ, 10-ലേറെ വീട്ടു ജോലിക്കാർ, 2-3 ഭാര്യമാർ, അതിൽ പിന്നെ കുറേ കുട്ടികളും. ഇങ്ങനെ പോകുന്നു മണികണ്ഠൻ എന്ന നാട്ടുകാരുടെ കാണപ്പെട്ട ദൈവത്തിന്റെ സവിശേഷതകൾ. പക്ഷെ ഒരൊറ്റ നാട്ടുകാരനും അറിയില്ല മണികണ്ഠൻ കള്ളനാണെന്ന്. കേരളത്തിൽ എന്തോ വലിയ ബിസിനസ് ഉണ്ട്, അതുമാത്രം അറിയാം. நீங்கள் சொல்லுதில்ல மணிகண்டன், அந்த ஆள் எங்குள்ள மீன் உள்ளது கூட தெரியாது. இங்கே வந்துட்டு எத்தனை வருஷம் ஆச்சு தெரியுமா? நான் இது கட்டி 4-5 வருஷம் போல ஆகலையா? அப்படியா? 4-5 வருஷம் இங்கே இருக்காங்க. இங்கே தான் அவங்க ஃபேமிலியோடு இருக்காங்க. ஆமாம், இங்கே இருக்கணும், அவள் போகிறதும். அவருக்கு என்ன வேலைன்னு தெரியுமா? மணிகண்டன் என்ன வேலை செஞ்சுருக்கான்னு தெரியுமா? இங்கே ஒரு வேலையும் அவன் நடத்தலை, சும்மா தான் இருப்பார். அது முன்னாலே கொண்டு வந்து 2-3 வண்டிகளை பிடிச்சிக்கிட்டு போச்சு போலீஸ். திருட்டு அந்த அப்படியே திருட்டு முன்னாலே திருட்டு பண்ணியிருப்பாங்க. பண்ணியிருக்கோம். நமக்கு என்ன அது நாங்கள் கேட்க போகிறது கிடையாது. മണികണ്ഠന്റെ സ്വത്ത് വിവരങ്ങൾ കേട്ടറിഞ്ഞ പോലീസ് പോലും നടുങ്ങിപ്പോയി. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങളാണ് മണികണ്ഠൻ തമിഴ്നാട്ടിൽ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. പക്ഷേ നാട്ടുകാർക്കൊക്കെ അയാൾ വളരെ മാന്യനായിരുന്നു. തമിഴ്നാട്ടിലെ കിരീടം വയ്ക്കാത്ത ഒരു രാജാവ്. എല്ലാം അയാൾ മോഷ്ടിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളാണെന്ന് പോലീസ് എത്തുന്നതുവരെ ആർക്കും അറിയില്ലായിരുന്നു. அவ இந்த ஊரில் இருந்தவையா இல்லை, அவைய தூரம் இருந்தவையா. இப்போ இங்கே வந்தது நமக்கு வீடு வச்சு சொத்து வாங்கி வீடு வச்சது. அதனால நம்ம பழக்கம் இல்லை கட்டியலா. அதில் பழக்கம் உണ്ടെങ്കിൽ നമുക്ക് இந்த ஊரில் உள்ள இளங்கி தெரியும். നല്ല വിസാരിங்க. മിഖായൽ, പളനി എന്നിവർ മണികണ്ഠന്റെ സഹായികളാണ്. മിഖായൽ ലോറി മോഷ്ടിച്ച് പളനിക്ക് നൽകും. പളനി അത് വിറ്റ് നൽകണം. അതാണ് കരാർ. രണ്ടുപേർക്കും കമ്മീഷനായി നല്ലൊരു തുക നൽകും. ബാക്കിയുള്ളത് മണികണ്ഠന് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷെ പലനാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന പഴമൊഴി ഈ കള്ളന്റെ ജീവിതത്തിലും സംഭവിച്ചു. മണികണ്ഠൻ പിടിക്കപ്പെട്ടു. മണികണ്ഠന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ
പുറത്തു വരികയായിരുന്നു പിന്നീട്. ഒന്നാം പ്രതി മണികണ്ഠൻ, പുള്ളി തമിഴ്നാട്ടിൽ ഒരുപാട് കേസുകളൊക്കെ ഉള്ളതാണ്. അയാൾ ആദ്യകാലങ്ങളിൽ ഈ അവിടുത്തെ ഈ കാറുകൾ, ഇന്നോവ കാറുകളും മറ്റും മോഷണം ചെയ്ത് ആയിരുന്നു ഉള്ള തുടക്കം. പിന്നെ പതിയാണ് വലിയ വാഹനങ്ങളിലേക്ക്, ടിപ്പർ തുടങ്ങിയ വാഹനങ്ങളിലേക്ക് മോഷണം ചെയ്തു തുടങ്ങി. കേരളത്തിൽ വന്ന് വാഹനങ്ങൾ എടുത്ത് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽക്കുക, മറ്റൊരാൾക്ക് വിൽക്കുക. പുള്ളി ഉപയോഗിക്കുന്നില്ല, തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷനൊക്കെ മാറ്റിയിട്ട് വേറെ ഏജൻറ്റുമാരൊക്കെ ഉണ്ട്, വിൽക്കുന്നതാണ് ചെയ്തത്. ലോറികൾ ഓരോന്നും കേരളത്തിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങി. തമിഴ്നാട്ടിലെ ഏതൊക്കെയോ വഴികളിലൂടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ ശേഷമാണ് സ്വന്തം യജമാനന്മാരുടെ അടുത്തേക്ക് ലോറികൾ എത്തിയത്. മണികണ്ഠനെയും സംഘത്തെയും പിടികൂടിയതോടെയാണ് ലോറി മോഷണത്തിന്റെ യഥാർത്ഥ ചിത്രം പുറം ലോകം അറിയുന്നത്. മണികണ്ഠൻ വേറൊരു കാറിൽ പിന്നെ ആദ്യം പൈലറ്റ് പോലെ പോകും, പുറയാണ് ഈ ടിപ്പർ പോകുന്നത്. നമ്മുടെ ആദ്യ വണ്ടി പിന്നെ മാർച്ച് മാസത്തിൽ പോയ വണ്ടി പിടിക്കാൻ ഒരു ക്ലൂവും ഇതായിരുന്നു. ഫ്രണ്ടിലൊരു കാറ് പോയി. ഇപ്പോൾ ക്യാമറയിലൊക്കെ കിട്ടിയ കളി കേബിളയും മറ്റു ക്യാമറയിൽ ഈ ടിപ്പർ പോകുന്നത് ക്യാമറയിൽ കിട്ടിയിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ മണികണ്ഠൻ മുന്നിൽ പോകുന്നു, പുറകിൽ ഒരു ടിപ്പർ ഈ നമ്പർ കിട്ടി. അവിടെ ചെന്നിട്ട് ഈ സെൽവൻ എന്ന് പറഞ്ഞൊരു സെൽവൻ, നമ്മുടെ കേസിൽ മൂന്നാം പ്രതി, തമിഴ് സെൽവൻ എന്ന് വിളിക്കും. തമിഴ് സെൽവൻ മൂന്നാം പ്രതിക്ക് ഈ വണ്ടി ഇവരെ ഏൽപ്പിക്കും. ഈ തമിഴ് സെൽവൻ വിളിക്കുന്ന സെൽവനാണ് ഒരു പളനി എന്ന് പറയുന്ന വർക്ക്ഷോപ്പുകാരനുണ്ട്. പുള്ളി വർക്ക്ഷോപ്പിൽ സ്റ്റാഫും മറ്റുമൊക്കെയാണ്. അയാളെ വണ്ടി ഏൽപ്പിക്കുന്നു. അയാളാണ് വണ്ടി മറ്റു ഏജൻറ്റുമാർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് 4 പ്രതികൾ. ശശാങ്കന്റെ വണ്ടി തിരിച്ചു കിട്ടി. വണ്ടിക്ക് പ്രത്യേകിച്ച് രൂപമാറ്റം ഒന്നും കള്ളന്മാർ വരുത്തിയിട്ടില്ല. ഒരുപക്ഷെ വണ്ടിക്ക് രൂപം മാറ്റാനുള്ള സമയം അവർക്ക് ലഭിച്ചു കാണില്ല. എന്തായാലും വണ്ടി കയ്യിൽ കിട്ടിയ സന്തോഷത്താൽ ശശാങ്കൻ ആദ്യ ഓട്ടത്തിന് പുറപ്പെട്ടു. ലോഡ് വണ്ടിയൊന്നും അല്ലാത്തതുകൊണ്ട് അവർ കൂടുതൽ പരിശോധിക്കുന്നില്ല. ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ നോക്കുമ്പോൾ എന്തെങ്കിലും വലിയ ലോഡൊക്കെ ആണെങ്കിൽ മാത്രമേ കൂടുതൽ പരിശോധിക്കുന്നുള്ളൂ. റെക്കോർഡൊന്നും വരെ അങ്ങനെ പരിശോധിക്കുന്നില്ലല്ലോ. എന്നാലും വെളുപ്പിനൊക്കെ പോകുന്നതാണ്. വെളുപ്പിന് ഈ മോഷണങ്ങളെല്ലാം വെളുപ്പിന് തന്നെ ഒരു 5 മണി ആകുമ്പോഴത്തേക്കും ചെക്ക് പോസ്റ്റ് കടന്നിരിക്കും. അതുകൊണ്ട് അവിടെ ഒന്നും അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ല. പിന്നെ അവർക്ക് റൂട്ടുകളൊക്കെ അറിയാം. ആ റൂട്ടിലാണ്. കേരളത്തിൽ നിന്നും മോഷണം പോയ മിക്ക ലോറികളും പോലീസിന് കണ്ടെത്താനായി. ലോറി കള്ളന്മാരെ പിടികൂടിയതോടെ പുതിയൊരു മോഷണ തന്ത്രത്തിനാണ് ഇതോടെ അറുതി വന്നിരിക്കുന്നത്. മണികണ്ഠനും സംഘവും ഇനി പുതിയ തന്ത്രങ്ങളുമായി രംഗത്തു വരുന്നതുവരെ ലോറി മുതലാളിമാർക്ക് ആശ്വസിച്ചിരിക്കാം. മോഷണം ഇന്ന് തൊഴിലായിട്ടാണ് പലരും സ്വീകരിച്ചിട്ടുള്ളത്. പലർക്കും സുഖമായി അല്ലെങ്കിൽ ആർഭാടമായി ജീവിക്കുവാനുള്ള ഒരു ജീവിതമാർഗം. എങ്ങനെ നല്ല ഒരു കള്ളനാകാം എന്ന് പഠിപ്പിക്കുന്ന കോഴ്സുകൾ പോലും ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ കള്ളന്മാർ സർവ്വസന്നാഹങ്ങളുമായി നമ്മുടെ ജീവനും സ്വത്തും അപഹരിക്കുവാൻ നമുക്ക് ചുറ്റുമുണ്ട്. അതിനാൽ നമ്മുടെ ജീവനും സ്വത്തിനും നാം തന്നെ സംരക്ഷണം നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ കള്ളനെ വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.